ഉച്ചകഴിഞ്ഞ് ഞാനിത് കൃഷിഭവനിൽ വന്നതാണ്. അവിടെ കിഴങ്ങ് വർഗ്ഗ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള 2 കിറ്റ് നമുക്ക് കിട്ടും. അത് വാങ്ങാൻ വന്ന എന്താണ് ഈ കിറ്റിലെന്ന് തുറന്നു നോക്കാന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാട്ടോ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതെന്താന്ന് നോക്കാനായിട്ട് തുറന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ചേന, ചേമ്പ്, കാച്ചില്, മഞ്ഞള്, പിന്നെ ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു കിറ്റായിരുന്നേ. അങ്ങനെ 2 കിറ്റ് നമുക്ക് കിട്ടും. അത് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തരുന്നതാണ്. അപ്പൊ എനിക്കിതൊന്നും ചെയ്ത് ശീലമില്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്നാ ഇതൊക്കെ ഇങ്ങനെ ചാക്കുകളിലാക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് ചാക്കുകളൊക്കെ തപ്പിക്കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഇതാ ചായ ഇടാണ്. ചായക്ക് വൈകുന്നേരം എന്തെങ്കിലും പലഹാരങ്ങൾ സാധാരണ മേടിക്കുക ഉണ്ടാക്കുക ചെയ്യുന്ന. അപ്പൊ ഇന്ന് എനിക്ക് തോന്നി എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എപ്പോഴും കഴിക്കുന്നതല്ലാണ്ട് എന്തെങ്കിലും. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്ന, പണ്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കേ അമ്മ ഇങ്ങനെ സ്ഥിരം ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനം ഈ അവല് നനച്ചതെന്ന് പറഞ്ഞാൽ. അപ്പൊ അവലും ശർക്കരയും പഴവും എല്ലാം കൂടി ഇട്ടിട്ട് ഈ നല്ല ജീരകവും ഏലക്കയില്ലേ അതും കൂടി പൊടിച്ചൊക്കെ ചേർത്ത്, അന്ന് എനിക്കിത് കണ്ടുകൂടായിരുന്നു, ഭയങ്കര ദേഷ്യമായിരുന്നു. ഇതാണെന്ന് പറയുമ്പോൾ ഞാൻ പറയും എന്നാ എനിക്ക് ചോറ് മതി എന്ന് പറയും, അല്ലെങ്കിൽ ഒന്നും വേണ്ടെന്നും പറയും. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കും, അന്നത്തെ ആ ഒരു നമുക്ക് ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് നമ്മൾ ചില സമയങ്ങളിൽ ആഗ്രഹിച്ചു പോകൂലേ. അങ്ങനെ എനിക്കിപ്പോൾ ആഗ്രഹം തോന്നിയൊരു കാര്യമാട്ടെ ഈ അവൽ നനച്ചത്. അപ്പം ഞാൻ തിന്നെന്നാ അത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എല്ലാ സാധനങ്ങളും, അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്തിരി ഹെൽത്തി ആയിക്കോട്ടെ, ഈ എണ്ണയൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്ന് ഇത്തിരി ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അതുണ്ടാക്കി.